ഹലോ ഗൈസ്, ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ ചലഞ്ച് സ്റ്റാർട്ടിങ് വിത്ത് ഡ്രാഗനാണ്. നമുക്ക് ആ ക്യാനോൺ ഡിസ്ട്രോയ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഫിംഗർ അവിടെ തന്നെ ഇടണം. ഡിസ്ട്രോയ് ആ സമയത്ത് നമുക്ക് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഐസ് ഗോളം ആ ക്യാനോണിൻ്റെ അടുത്ത്, ഫോളോഡ് ബൈ ഗ്രൗണ്ട് വാർഡൻ, കിങ് ക്യൂന്, പിന്നെ 9 ഡ്രാഗൻസ്, 4 ബലൂൺസ്. ഓക്കെ, അതവിടെ എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ആ റിക്കുഷിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമുക്ക് നമ്മുടെ കിങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ RC ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 2 ഡ്രാഗൻസ് നമ്മുടെ ടൗൺ ഹോൾ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ടൗൺ ഹോളിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻവിസിബിളും ഒരു റേജ് സ്പെല്ലും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കില്ലേ നമ്മുടെ ഈ വാൾക്കരിന് അവിടെ നമ്മുടെ ട്രാപ്പ് കണ്ടോ, സ്കെലറ്റൻ ട്രാപ്സ്, അത് ഡിപ്ലോയ് ആകുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ വാൾക്കരിന് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ 7 ബാറ്റ് സ്പെല്ല് ആ മോണോലിത്തിൻ്റെ ആ സൈഡായിട്ട് 7 ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മിനിയൻസ് അവിടെ തന്നെ ബാക്കി വെക്കുന്നുണ്ട്. ബാക്കി ഒരു 3 ബാർബേരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സൈഡ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിനിയൻസ് അവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, RC പവർ പിന്നെ ഒരു ഏകദേശം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്യൂനിൻ്റെ എബിലിറ്റിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ക്യൂനിൻ്റെ അതിൽ ഹീലർ പവറാണുള്ളത്. അപ്പോൾ ഒരു ഡൗൺ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫ്രീസ് സ്പെല്ല് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബാറ്റ് സ്പെല്ല് ആ 2 ഇതുണ്ടല്ലോ, റോക്കറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ആ 2 സൈഡിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ 2 മിനിയൻസ് ആ കിങ് ഉള്ള സ്ഥലത്ത് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ടൈം അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മുടെ സ്കെലറ്റൻ ട്രാപ്സ് വന്നിട്ട് ചിലപ്പോൾ ടൈം നമുക്ക് നഷ്ടപ്പെടുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ബാറ്റ് സ്പെല്ലും ബാക്കിയായിട്ടുണ്ട്. എത്രയാ, നമ്മുടെ ഡ്രാഗൻ ഉണ്ട്, ക്യൂനുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വൺസ് അഗെയിൻ എനിക്കൊരു ഗോൾഡ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ സീനറിനെ കുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാലഞ്ചിൽ തന്നെ നല്ല വൃത്തിക്ക് ആ സീനറി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലൂണാർ ഇവൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ ഞാൻ സ്കിന്നായാലും നമ്മുടെ സീനറി ആയാലും ഏതാ വരുന്നത് അറിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സീനറിയാണ്. അപ്പോൾ വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല സീനറി തന്നെയാണ്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ലൂണാർ ഇവൻറ്റ് വരുന്നുണ്ട്. അതായത് 8 മുതൽ 21 വരെയാണ് കലണ്ടറിൽ കണ്ടു കാണായിരിക്കും. 8 മുതൽ 21 വരെയാണ് ഇവൻറ്റിൻ്റെ ടൈം പീരീഡ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇവൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. കുറേ നല്ല ഡെക്കറേഷൻസ് കുറേ ഉണ്ടെന്നാണ് ഏകദേശം ഫോട്ടോസെല്ലാം കിട്ടിയിട്ടുണ്ട്. കുറേ നല്ല ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ മിസ് ചെയ്യാണ്ട് കാണുക. ഓക്കേ.